അതിൻ്റെ ഭാഗമായി അതിൻ്റെ മറ്റു പ്രതിഫലം ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങി നികുതി അടച്ചൊരു വിഷയം. ആ വിഷയത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിനെ അന്ന് തന്നെ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ വശം പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ അന്വേഷണവുമായിട്ട് എല്ലാ നിലയിലുമാണ് ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഉടമ സഹകരിച്ചതെന്ന് നമുക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ ചെറിയ പനി കാരണം കുറച്ച് 2 ദിവസമായിട്ട് വീട്ടിൽ മുതിർന്നവരാണല്ലോ, അവർക്ക് പനി വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ എല്ലായിരുന്നു താമസിച്ചത്. തിരുവനന്തപുരത്തും നിന്ന് കിട്ടിയ പനിയാണ്. അപ്പോൾ അത് കാരണം മുതിർന്ന മാതാപിതാക്കളൊക്കെ അതിൻ്റെ ഭാഗമായി പ്രയാസപ്പെടേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ സംഭവം ഉണ്ടായി. ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായൊക്കെ തന്നെ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞവർ പോയിരിക്കുകയാണ്. അതിൻ്റെ കടലാസ് നോക്കി വീട്ടിലുള്ളവരോടൊക്കെ സംസാരിച്ചു. മറ്റ് ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല, പരിശോധനയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. സംഭവം നടന്ന സമയത്ത് തന്നെ രാവിലെ ഞാൻ ഇതറിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം ഇവിടെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു. അവരോട് ഒരു കാര്യം വളരെ വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPIM പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധിയാവും, MLA ആവും, മന്ത്രിയാവും, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവുമെന്നൊന്നും കരുതിയിട്ടല്ല പ്രവർത്തിച്ചത്. പക്ഷെ ഒന്ന് കരുതിയിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. ആ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏത് തരത്തിലുള്ള ഭീഷണി വന്നാലും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും എന്ന് കരുതിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സംഘപരിവാറും കേന്ദ്ര സർക്കാരും ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലല്ല ഞാൻ. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തിരക്കൂട്ടല്ലേ. ഞാൻ ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയേ പറയാനുള്ളൂ. എന്തായാലും അല്ല, ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. അത് സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു. ഞാനിപ്പോൾ അത് കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണല്ലോ. അപ്പം ഞാൻ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സീനാവും, അങ്ങോട്ട് കിടത്തി വിടില്ല, അല്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ ഞാൻ സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെയുള്ള പ്രശ്നം ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായും പാർട്ടിയുമായും കൂടി ആലോചിച്ചപ്പോൾ അപ്പോൾ വരേണ്ടതില്ല, ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ്. അല്ല, ഇത് കേൾക്കട്ടെ, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് അവരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇനി ഇവിടെ ഉണ്ട്, ഇനിയും നമുക്ക് കാണാം. അല്ല, അതിലേക്കൊന്നും ഞാനിപ്പോൾ ആ വശത്തിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ഇനിയും നമുക്ക് കാണാം. പിന്നെ ഒന്നുകൂടി പറയാം, CPIM പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതൊക്കെ നേരിടേണ്ടി വരുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ആ പ്രവർത്തനം ഇനി ശക്തമായിട്ട് തുടരും. മുൻമന്ത്രി മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ സംസാരിച്ചത്. റിയാസിൻ്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നിരുന്നു. പക്ഷേ അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം എഴുതി നൽകിയിട്ടുമുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. രാവിലെ 6:30 തുടങ്ങിയ പരിശോധനയാണ്. വിവിധ സ്ഥലങ്ങളിൽ 12 സ്ഥലങ്ങളിലായാണ് പരിശോധന നടന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം CPIM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുകയാണ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ്റെ വസതിയിൽ അവിടെ രാവിലെ 6:30 ആരംഭിച്ച റെയ്ഡാണ്. അതിനിടെ പല പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കും ബേക്കറി ജംഗ്ഷനിലെ ആ വീടിൻ്റെ പരിസരം സാക്ഷ്യം വഹിച്ചിരുന്നു. ഇരമ്പിയെത്തിയ CPIM പ്രവർത്തകർ വീടിനുള്ളിലേക്ക് കുപ്പിച്ചില്ലുകളും കല്ലുകളുമൊക്കെ വലിച്ചെറിഞ്ഞു. പോലീസുകാരുടെ ഹെൽമറ്റ് അകത്തേക്ക് വലിച്ചെറിയുന്നതിനുമൊക്കെ സാക്ഷ്യം വഹിച്ചു. കണ്ണൂർ പിണറായിയിലെ
വസതിക്ക് മുന്നിലും ധർമ്മടത്തുള്ള പിണറായിയിലെ വസതിക്ക് സമീപവും CPIM പ്രവർത്തകർ വലിയ തോതിൽ നിലയുറപ്പിച്ചിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് കനത്ത തോൽവി ഏറ്റുവാങ്ങി നിരാശയിലായിരുന്ന CPIMനൊരു ഉത്തേജനം നൽകുന്ന രീതിയിലായിരുന്നു ഇന്നിപ്പോൾ CPIM നേതാക്കളുടെ ഇടപെടൽ. പ്രവർത്തകർ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നത് വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് CPIM പ്രവർത്തകർ എത്തിച്ചേർന്നത്. ഇതോടൊപ്പം തന്നെ CMRL എന്ന സ്ഥാപനം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് മാസപ്പടി നൽകി എന്നാരോപിക്കുന്ന സ്ഥാപനമാണ് ഈ CMRL, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്. ആ CMRLൻ്റെ ആസ്ഥാനത്തും പരിശോധന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ആ റെയ്ഡ് തുടരുന്നതിനിടെയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി ഇറങ്ങിയത്. ഈ പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും CPIM പ്രവർത്തകരുടെ പ്രതിഷേധം, വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും CPIM പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.